ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് തന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മറ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് പഠിക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് ഈ ഒരു ചാനൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഈ ഒരു ഫിഗറിൽ ഒരു ബാർ മാഗ്നറ്റാണ് സെൻറ്ററിലുള്ളത്. അതിന് നോർത്ത് പോളുണ്ട്, സൗത്ത് പോളുണ്ട്. ഏതൊരു മാഗ്നറ്റിനും രണ്ട് പോൾ ഉണ്ടായിരിക്കും. ഒരു പോളായിട്ട് മാത്രമായിട്ട് ഒരു മാഗ്നറ്റും നിൽക്കില്ല. ഈ ഒരു മാഗ്നറ്റിന് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ചുറ്റും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്. ഇത് നോർത്ത് പോളിൽ നിന്ന് തുടങ്ങി സൗത്ത് പോളിലേക്ക് പുറത്തു കൂടെയും സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്ക് മാഗ്നറ്റിൻ്റെ ഉള്ളിലൂടെയും ഓരോ ലൈൻസ് ഓഫ് ഫോഴ്സും സഞ്ചരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ രണ്ട് ഇപ്പോൾ ഞാൻ ആകെ നോർത്ത് നിന്ന് സൗത്തിലേക്ക് ഈ ഒരു ഫിഗറിൽ നോർത്ത് നിന്ന് സൗത്തിലേക്ക് ഒരു രണ്ട് ലൈൻസ് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് ലൈൻസും തമ്മിൽ ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഒരു നിശ്ചിത അകലത്തിലായിരിക്കും ഇത് സഞ്ചരിക്കുന്നുണ്ടാവുക. മാത്രമല്ല അനേകം ലൈൻസ് ഇതുപോലെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നോർത്ത് പോളിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട്, സൗത്ത് പോളിൽ എത്തിച്ചേരുന്നുണ്ട്. യാതൊന്നും തമ്മിൽ ബ്രേക്കേജ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതായത് നോർത്ത് പോളിൽ നിന്ന് എത്ര മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പോകുന്നോ അത് അത്രയും സൗത്ത് പോളിൽ എത്തിച്ചേരും. ഇതാണ് ഒരു ബാർ മാഗ്നറ്റിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിൻ്റെ ബേസിക്. ഇതെല്ലാ മാഗ്നറ്റിനും ബാധകമാണ്. ഇത് മാഗ്നറ്റിൻ്റെ ഷേപ്പ് മാറിയാൽ പോലും ഇത് അതിന് ബാധകമാണ്. ഇനി ഒരുപാട് ടേംസ് നമുക്ക് ഈ ഒരു മാഗ്നറ്റ് എന്നുള്ള അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഒരുപാട് ടേംസുകളുണ്ട്. അതുപോലെ ഒരുപാട് ഇക്വേഷൻസ്, ഒരുപാട് കണക്റ്റഡ് ഇക്വേഷൻസ് ഉണ്ട്. അപ്പം ഒന്നിലൊരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വേറെ ഫോമിലായിരിക്കും അടുത്ത ഇക്വേഷൻ നമുക്ക് ചെയ്യേണ്ടി വരിക. അപ്പം അതെല്ലാം നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് മാഗ്നറ്റിക് ഫ്ലക്സ്. എന്താ മാഗ്നറ്റിക് ഫ്ലക്സ്? ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇതുപോലത്തെ എത്ര ലൈൻസ് ഉണ്ട് അതിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതൊരു ഇമാജിനറി ലൈനാണ്. നമുക്കിത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷെ അങ്ങനെ ഒരു ലൈൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെന്ന് പറയുന്നത് എന്താ? ഓരോന്നും തമ്മിൽ ക്ലോസ്ഡ് ലൂപ്പാണ്. ഒന്നും ബ്രേക്കേജ് വരുന്നില്ല. നമുക്ക് ഇൻഫിനിറ്റിയിൽ എവിടെയെങ്കിലും ബ്രേക്കേജ് ഉണ്ടെന്ന് മാത്രമേ കരുതാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരു ബ്രേക്കും ഇല്ല. മൂന്നാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. നാലാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വലിച്ചു നീട്ടാൻ പറ്റുന്നയോ അല്ലെങ്കിൽ ഒരു ഇലാസ്റ്റിക് ത്രെഡ് ആയിട്ടൊക്കെയാണ് ഇത് നിൽക്കുന്നത്. പക്ഷെ എപ്പോഴും ഇത് ഏറ്റവും കുറഞ്ഞ പാത്തിലൂടെ പോകാനായിരിക്കും ശ്രമിക്കുക. ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് ഈ ലൈൻസ് എല്ലാം പാരലൽ ആണ്. മാത്രമല്ല ഈ ലൈൻസ് തന്നെ റിപ്പൽ ചെയ്യുന്നുണ്ട്. ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സിനുള്ളത്. അതായത് ലാസ്റ്റ് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് ദ ക്ലോസ്ഡ് പാത്ത് ഫോളോഡ് ബൈ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഈസ് കോൾഡ് മാഗ്നറ്റിക് സർക്യൂട്ട്. അതായത് ഈ ഒരു ഫ്ലക്സിൻ്റെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഒരു ക്ലോസ്ഡ് പാത്തിനെയാണ് നമ്മൾ മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പം ഫ്ലക്സ് ഡെൻസിറ്റി എന്താ? ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ അല്ലേ? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇത് തന്നെ, ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ അറ്റ് ദ റൈറ്റ് ആംഗിൾസ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലക്സ്. അതായത് ഫ്ലക്സ് ഒഴുകുന്ന നമുക്കിപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ നോർത്ത് നിന്ന് സൗത്തിലേക്ക് ഒരുപാട് ഫ്ലക്സ് ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മളൊരു യൂണിറ്റ് ഏരിയ എടുക്കുന്നു. ആ യൂണിറ്റ് ഏരിയയിലേക്ക് എത്ര ഫ്ലക്സ് ഉണ്ടെന്ന് നോക്കുന്നു, കൗണ്ട് ചെയ്യുന്നു. അതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്ന് പറയുന്നത് ബി ഈസ് ഈക്വൽ ടു 5/A ആണ്. അതിൽ ബി എന്താ? ബി എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിനെ ബി എന്ന് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് യൂണിറ്റ് വെബർ ആണ്. ദെൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് വെബർ പെർ മീറ്റർ സ്ക്വയർ ഓർ ടെസ്ലയാണ്. വെബർ പെർ മീറ്റർ സ്ക്വയർ വരാനുള്ള കാരണം എന്താ? 5യുടെ യൂണിറ്റ് വെബർ ആണ്,
ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ യൂണിറ്റ് വരുന്നത് മീറ്റർ സ്ക്വയർ ആണ്. അതാണ് വെബർ പെർ മീറ്റർ സ്ക്വയർ വന്നത്. അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് എന്ന് പറയുന്നത് ടെസ്ലയാണ്. ഇനി നെക്സ്റ്റ് മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ MMF. MMF എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷോർട്ട്. അപ്പോൾ എന്താണ് മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ്? ഫോഴ്സ് വിച്ച് എസ്റ്റാബ്ലിഷ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ എ മാഗ്നറ്റിക് സർക്യൂട്ട്. ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാക്കുന്ന ഫോഴ്സ്, അതാണ് എന്ത് MMF എന്ന് പറയുന്നത്. അതായത് ഒരു കണ്ടക്ടറിലൂടെ അല്ലെങ്കിൽ ഒരു കോയിലിലൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റപ്പ് ചെയ്ത് വരുന്നുണ്ട് അല്ലെങ്കിൽ ജനറേറ്റ് ആയി വരുന്നുണ്ട്. അപ്പം MMF എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് N×I ആണ്, വേർ N ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദാറ്റ് കോയിൽ ആൻഡ് I ഈസ് ദ കറണ്ട് ദാറ്റ് പാസ്ഡ് ത്രൂ ദാറ്റ് കോയിൽ. ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് ആംബിയർ ടേൺസ് ആണ്. പലരും പല എക്സാമിനൊക്കെ ആംബിയർ പെർ ടേൺ എന്നൊക്കെ എഴുതി വെക്കും. തെറ്റാണ്. യൂണിറ്റ് ആംബിയർ ടേൺസ് ആണ്, AT. കാരണം N എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് ടേൺസിലും I എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് ആംബിയറിലുമാണ്. അതുകൊണ്ടാണ് ആംബിയർ ടേൺസ് വരുന്നത്. നെക്സ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഈ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് ഒരു യൂണിറ്റ് ലെങ്ത്തിൽ എത്ര ഉണ്ട്, അതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അതായത് is the magnetic force per unit length of the magnetic circuit. ഇതിനെ തന്നെ നമ്മൾ ചില ബുക്കുകളിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്നോ അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്നൊക്കെ വിളിക്കാറുണ്ട്. എല്ലാം ഒന്ന് തന്നെയാണ്. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാലും മാഗ്നറ്റിക് ഫോഴ്സ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാലും മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഡിനോട്ട് ചെയ്യുന്നത് H എന്ന് പറഞ്ഞ ഒരു ലെറ്റർ കൊണ്ടാണ്. ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് MMF/L എന്നാണ്. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു MMF = N×I എന്നാണ്. അതായത് നമുക്ക് അത് ഇവിടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, H = NI/L എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതിനൊന്ന് മാറ്റി തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, MMF = H×L എന്നാണ്. അതായത് വേർ L എന്ന് പറയുന്നത് എന്താ, യൂണിറ്റ് ലെങ്ത് ആണ്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ആണ്. ഇനി മാഗ്നറ്റൈസിങ് ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ടേൺ പെർ മീറ്റർ ആണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ആണ്. പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു കണ്ടക്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ഇറ്റ്. അതായത് ഒരു മെറ്റീരിയലിന് അതിലൂടെ മാഗ്നറ്റിക് ഫ്ലക്സ് കടത്തിവിടാനുള്ള എബിലിറ്റി എത്രയാണോ അതിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു പീസ് ഓഫ് അയണും ഒരു ഗ്ലാസ് ഓഫ് വാട്ടറും എടുത്തു. അപ്പം ഇതൊരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പീസ് ഓഫ് അയൺ പീസിലൂടെ ആയിരിക്കും ചിലപ്പോൾ വളരെ സിമ്പിളായിട്ട് എന്ത് പോകുന്നുണ്ടാവുക, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പോകുന്നത് ഈ അയൺ പീസിനകത്തു കൂടെ ആയിരിക്കും. അതേസമയം വാട്ടറിലൂടെ അത്രയും തന്നെ പോകുന്നുണ്ടാവില്ല. അപ്പം ഓരോ മെറ്റീരിയലിനും മാഗ്നറ്റിക് ഫ്ലക്സ് കടത്തി വിടാനുള്ള എബിലിറ്റി പലതാണ്. അപ്പം ആ എബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. സാധാരണ ഗ്രീക്ക് ലെറ്റർ മ്യൂ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് Henry/meter ആണ്. നമുക്കറിയാം ഫ്ലക്സ് ആൻഡ് ഫ്ലക്സ് ഡെൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ടു എന്തിനോട്, മാഗ്നറ്റൈസിങ് ഫോഴ്സിനോട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് B പ്രൊപ്പോർഷണൽ ടു H എന്ന് എഴുതാം. ആ പ്രൊപ്പോർഷണാലിറ്റി എടുത്ത് ഒഴിവാക്കുമ്പോൾ നമുക്ക് B = μH എന്ന് കിട്ടും. ഇതിൽ ഈ മ്യൂ ആണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മ്യൂവിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, μ = B/H എന്ന് എഴുതാം. വേർ B is the magnetic flux density, H is the magnetizing force or magnetic field intensity. ഇനി നെക്സ്റ്റ് അതിനു മുന്നേ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് നമ്മൾ μ0 എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4π × 10⁻⁻⁷ എന്നാണ്. പലപ്പോഴും പല എക്സാമിനും പല വൈവയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ പല ഈ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഒരുപാട് PSC എക്സാംസ് ഒക്കെ വരുന്ന കാലമാണ്.
അപ്പം ആ സമയത്ത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അതിൻ്റെ ഓപ്ഷൻ പലതും ചിലപ്പം ഈ പല എക്സാംസിനും കണ്ടിട്ടുള്ള ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം വാട്ട് ഈസ് ദ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ക്വസ്റ്റ്യൻ തരും. ആൻസറിൽ ഉണ്ടാവുക 4π, എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് 4π ആയിരിക്കും. 4π × 10⁻⁻6 -7 -8 -9 ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോഴായിരിക്കും ശരിക്കും കൺഫ്യൂഷൻ വരുന്നുണ്ടാവുക. അപ്പോൾ എപ്പോഴേ മനസ്സിൽ ഉറപ്പിച്ച് വയ്ക്കുക, പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് μ0 ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4π × 10⁻⁻7 ആണ്. ഇനി അത് മാറ്റം വരരുത്. ഇനി നെക്സ്റ്റ് റിലേറ്റീവ് പെർമിയബിലിറ്റി. റിലേറ്റീവ് പെർമിയബിലിറ്റി പറഞ്ഞാൽ എന്താ? ഇതെന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഫ്ലക്സ് ഡെൻസിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ എ മെറ്റീരിയൽ ടു ദ ഫ്ലക്സ് ഡെൻസിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ വാക്വം എപ്പോൾ ബൈ ദ സെയിം മാഗ്നറ്റൈസിങ് ഫോഴ്സ്. അതായത് എച്ച് സെയിം ആണ്. ആ സമയത്ത് ഒരു മെറ്റീരിയലിലൂടെയുള്ള ഫ്ലക്സ് ഡെൻസിറ്റി, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ഫ്ലക്സ് ഡെൻസിറ്റിയും അതേ സമയത്ത് അതേ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് വാക്വം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഡെൻസിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. μr എന്ന് പറഞ്ഞൊരു ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് μr = ഫ്ലക്സ് ഡെൻസിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ എ മെറ്റീരിയൽ ഡിവൈഡ് ബൈ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ വാക്വം. ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത്. മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, മെറ്റീരിയലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇതേ സാധനം നമുക്ക് എടുത്തെഴുതാം. μr എന്ന് പറയുന്നത് μ/μ0 എന്നാണ്. അപ്പം ഇനിയുള്ള ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വെക്കണം, കാരണം ഇതൊക്കെ ഇനി അടുത്തടുത്ത ടേംസ് വരുമ്പോൾ അതിലൊക്കെ ആവശ്യം വരും. അപ്പം ഇതിന്ന് അതായത് ഫ്ലക്സ് ഡെൻസിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ എ മെറ്റീരിയൽ μ = μ0 × μr എന്ന് എഴുതി. ഈ ഒരു ഇക്വേഷൻ അതുപോലെ മനസ്സിൽ വെക്കണം. ഇത് മെറ്റീരിയലിൽ ഉള്ള ഫ്ലക്സ് ഡെൻസിറ്റി അതിന് ഉള്ള ഇക്വേഷനാണ് S = μ0 × μr എന്ന് പറയുന്നത്. ഇനി നമ്മൾ തൊട്ട് നേരത്തെ പറഞ്ഞു എന്ത്, B = μ × h ആണ്. ആ μ എന്നുള്ള അടുത്ത് നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? B = μ0 μr h എന്ന് കിട്ടി. ഇതിപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഇക്വേഷൻ അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതേ ഇക്വേഷൻ ഇനി വരുന്ന സമയങ്ങളിൽ നമുക്ക് ആവശ്യമുണ്ട്. നെക്സ്റ്റ് റിലക്റ്റൻസ്. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ പല മെറ്റീരിയലിനും പല പ്രോപ്പർട്ടികളാണ്. ചില മെറ്റീരിയൽ ഈ മാഗ്നറ്റിക് സർക്യൂട്ടിനെ ഒപ്പോസ് ചെയ്യും. ചിലത് കുറച്ചായിരിക്കും ഒപ്പോസ് ചെയ്യുന്നുണ്ടാവുക, ചിലത് കൂടുതൽ ഒപ്പോസ് ചെയ്യും, ചിലത് അതിലൂടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കടത്തി വിടുക പോലുമില്ല. അപ്പോൾ ഇങ്ങനെ ഓഫർ ചെയ്യുന്ന ഒപ്പോസിഷനെ ആണ് നമ്മൾ റിലക്റ്റൻസ് എന്ന് പറയുക. Opposition offered by the magnetic circuit to the magnetic flux. ഇപ്പോൾ മാഗ്നറ്റിക് സർക്യൂട്ട്, ഇപ്പം ഏതൊരു മെറ്റീരിയലിലൂടെയാണോ മാഗ്നറ്റിക് സർക്യൂട്ട് കടന്നു പോകുന്നത്, അപ്പോൾ ആ ഒരു മെറ്റീരിയൽ ആ ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിന് ചിലപ്പോൾ ഒരു ഒപ്പോസിഷൻ ഓഫർ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിലക്റ്റൻസ് എന്ന് പറയുന്നത്. എസ് എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, എസ് പ്രൊപ്പോർഷണൽ ടു L/A, where L is the length and A is the area of cross section. ഇത് മെറ്റീരിയലിലൂടെയാണോ കടന്നു പോകുന്നത് അതിൻ്റെ കേട്ടോ, ഇത് രണ്ടും. അതായത് നമുക്ക് ഈ ഒരു ഇതെടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് S = L/μA എന്ന് എഴുതാം. ആ മ്യൂനെ നമുക്ക് ഒന്നും കൂടി എടുത്ത് എഴുതി കഴിഞ്ഞാൽ S = L/μ0 μr A എന്ന് എഴുതാം. where L is the length of magnetic circuit in meter, A is the area of cross section in meter, μ0 is the permeability of free space, μr is the permeability of magnetic material. അപ്പം ഇത് എസിനുള്ള ഒരു ഇക്വേഷനാണ്. ഇനി റിലക്റ്റൻസിന് മറ്റൊരു ഇക്വേഷൻ കൂടി ഉണ്ട്, അതുകൂടി നമുക്കൊന്ന് നോക്കാം. അതായത് റിലക്റ്റൻസ് നമ്മൾ പറഞ്ഞു, റിലക്റ്റൻസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഡയമെൻഷൻസിനെയും മെറ്റീരിയൽസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് MMFനെ
റിലക്റ്റൻസിനെ MMF/ഫ്ലക്സ് എന്ന് എഴുതാം. അതായത് S=NI/5 എന്ന് എഴുതാം. എങ്ങനെയത് വരുന്നത് നോക്കാം. നമുക്ക് തൊട്ട് മുമ്പ് പഠിച്ചു MMF എന്ന് പറയുന്നത് H/L ആണ്. അത് തന്നെ നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതി കഴിഞ്ഞാൽ എച്ചിന് നമുക്ക് എന്തെഴുതാം, B/μ0 μr എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഈ HL എന്നുള്ള ടൈമിനെ നമുക്ക് B/μ0 μr × L എന്ന് കിട്ടി. ഇനി ബീനെ തന്നെ നമുക്ക് ഒന്നും കൂടി മാറ്റി എഴുതാം. എങ്ങനെ, 5/A എന്ന് എഴുതാം അല്ലേ. അപ്പം ആ ഒരു ടേമിനെ ഫുള്ള് മാറ്റിയിട്ട് 5/A × L/μ0 μr എന്ന് കിട്ടി. അപ്പം MMF എന്ന് പറഞ്ഞാൽ S/5 ആണ്. നമുക്ക് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് S=MMF × 5 എന്ന് കിട്ടും. MMF/5 എന്ന് കിട്ടും. അത് തന്നെയാണ് തൊട്ട് മുകളിലുള്ള ഇക്വേഷൻ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ട്, മാഗ്നറ്റിക് സർക്യൂട്ട് ഉണ്ട്. ഇത് രണ്ടിൻ്റെയും തമ്മിലുള്ള സിമിലാരിറ്റീസ് ഒന്ന് നോക്കാം. അപ്പം ഞാനൊരു ടേബിൾ അവിടെ കാണിച്ചിട്ടുള്ളത്, ലെഫ്റ്റ് സൈഡിൽ ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ട്, റൈറ്റ് സൈഡിൽ മാഗ്നറ്റിക് സർക്യൂട്ട്സ് ഉണ്ട്. അപ്പം ഇലക്ട്രിക് സർക്യൂട്ടിൽ കറണ്ട് എന്ന് പറയുന്നത് ആണ് ക്ലോസ്ഡ് സർക്യൂട്ട് അല്ലെങ്കിൽ ക്ലോസ്ഡ് പാത്ത്. മാഗ്നറ്റിക് സർക്യൂട്ട് ആവുന്ന സമയത്ത് ക്ലോസ്ഡ് പാത്ത് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. തിരിച്ച് ഇവിടെ ഇലക്ട്രിക് സർക്യൂട്ടിൽ വരുന്ന സമയത്ത് കോസ് ഓഫ് കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് EMF ആണെങ്കിൽ മാഗ്നറ്റിക് സർക്യൂട്ടിൽ കോസ് ഓഫ് ജനറേഷൻ ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് MMF ആണ്. ഇനി ഇലക്ട്രിക് സർക്യൂട്ടിൽ ഓപ്പോസിഷൻ റെസിസ്റ്റൻസ് ആണ്, മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഓപ്പോസിഷൻ റിലക്റ്റൻസ് ആണ്. ഇലക്ട്രിക് സർക്യൂട്ടിലെ കറണ്ട് എന്ന് പറയുന്നത് EMF/റെസിസ്റ്റൻസ് ആണ്. മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സ് എന്ന് പറയുന്നത് MMF/റിലക്റ്റൻസ് ആണ്. EMFൻ്റെ എക്സ്പ്രഷൻ അല്ല, EMFൻ്റെ യൂണിറ്റ് വോൾട്ടിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ MMFനെ ആംപിയർ ടേൺസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ഇലക്ട്രിക് സർക്യൂട്ടിലെ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് J എന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. J എന്ന് പറയുന്നത് I/A ആണ്. അതേ സമയത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി B എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. B എന്ന് പറയുന്നത് 5/A ആണ്. ഇനി റെസിസ്റ്റൻസ് R ആണ് ഇലക്ട്രിക് സർക്യൂട്ടിൽ ഡിനോട്ട് ചെയ്യുന്നത്. R എന്ന് പറയുന്നത് ρL/A ആണ്, അല്ലെങ്കിൽ L/σA എന്ന് എഴുതാം. വേർ സിഗ്മ ഇസ് ദ കണ്ടക്ടിവിറ്റി. അതായത് സിഗ്മ എന്ന് പറയുന്നത് 1/ρ ആണ്. അല്ല, റോ എന്ന് പറയുന്നത് 1/σ ആണ്. നെക്സ്റ്റ് റിലക്റ്റൻസിൽ വരുന്ന സമയത്ത് S=L/μA, വേർ μ ഇസ് ദ പെർമിയബിലിറ്റി. ഇനി ഇലക്ട്രിക് സർക്യൂട്ടിൽ കണ്ടക്റ്റൻസ് ഉണ്ട്, കണ്ടക്ടിവിറ്റി ഉണ്ട്. ഇതിൻ്റെ സെയിം ടേംസ് മാഗ്നറ്റിക് സർക്യൂട്ടിൽ വരുന്ന സമയത്ത് പെർമിയൻസ് ആൻഡ് പെർമിയബിലിറ്റി ആണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. നമുക്കൊന്ന് രണ്ട് ലോസ് ഒക്കെ പഠിക്കാനുള്ള ഒരു സെക്ഷനാണത്. ഏതൊരു കണ്ടക്ടറിലൂടെയും കറണ്ട് കടന്നു പോകുന്ന സമയത്ത് അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ഇനി ഈ ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ഇപ്പം ഞാനിതാ ഫിഗർ എയിൽ ഒരു കണ്ടക്ടറാണ് കാണിച്ചിട്ടുള്ളത്. അതിൽ മുകളിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു കറണ്ട് കടന്നു പോകുന്നുണ്ട്. അപ്പം അതിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് മനസ്സിലാക്കാൻ അതിനെ നമ്മുടെ വലത് കൈ കൊണ്ട് ആ ഒരു ഡയറക്ഷനിൽ ചുറ്റിപ്പിടിക്കുക. എന്നിട്ട് തമ്പാണ് കറണ്ട് പോകുന്ന ഡയറക്ഷനെ പോയിന്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ തമ്പ് വരുന്ന രീതിയിൽ ആ ഒരു കണ്ടക്ടർ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള 4 ഫിംഗേഴ്സും ഏത് ഡയറക്ഷനിലാണോ നിൽക്കുന്നത് ആ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റൊട്ടേഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു ഫിഗർ കണ്ടാൽ മനസ്സിലാകും.
അല്ലെങ്കിൽ കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ നമുക്കൊരു സ്ക്രൂ ടൈറ്റ് ചെയ്യാം. അപ്പോൾ ആ സ്ക്രൂ ഏത് ഡയറക്ഷനിലാണോ തിരിയുന്നത് ആ ഡയറക്ഷനിലായിരിക്കും ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പം നമുക്ക് ഫസ്റ്റ് പറഞ്ഞതിനെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്നാ പറയുന്നത്. അതായത് റൈറ്റ് ഹാൻഡ് തമ്പ് ഉപയോഗിച്ച് ഈ ഒരു കണ്ടക്ടറിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്തുന്നതിനെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സ്ക്രൂ റൂൾ. അപ്പം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ മാറിപ്പോകരുത്. കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ നമ്മുടെ തമ്പ് വരുന്ന വിധത്തിൽ കണ്ടക്ടർ ചുറ്റി പിടിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 4 ഫിംഗേഴ്സ് എങ്ങനെയാണോ ഉള്ളത് ആ ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത് അറൗണ്ട് ദ കണ്ടക്ടർ. ഇനി ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഇത് ശരിക്ക് നമ്മുടെ മോട്ടറിൻ്റെ ബേസ് ആണ്. അതായത് ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു മെക്കാനിക്കൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഇങ്ങനെ എക്സേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഉണ്ടാവുന്ന മെക്കാനിക്കൽ ഫോഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ മെക്കാനിക്കൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെയും റൈറ്റ് ആംഗിൾ ആയിരിക്കും. അതായത് മാഗ്നറ്റിക് ഫീൽഡിനും ഈ ഒരു കണ്ടക്ടറിനും മാഗ്നറ്റിക് ഫീൽഡിനും, അതായത് കറണ്ട് ക്യാരി ചെയ്യുന്ന ഡയറക്ഷനും അതിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇങ്ങനെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഉണ്ടാവുന്ന ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് കുറച്ച് കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ വയർ ആൻഡ് ലെങ്ത് ഓഫ് വയർ. ഈ 3 കാര്യങ്ങളും കൂടി അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ശരിക്കും നമ്മുടെ മോട്ടറിൻ്റെ ബേസ് ഇക്വേഷൻ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഞാനിപ്പോൾ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. അത് ആരോ ഇട്ട് കാണിച്ചിട്ടുള്ളത് റൈറ്റിലേക്ക് ആരോ ഇട്ട് കാണിച്ചാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതിൽ ആ ട്യൂബുലർ സെക്ഷനാണ് നമ്മുടെ കണ്ടക്ടർ. അതിൽ I എന്ന് പറഞ്ഞിട്ടുള്ളൊരു കറണ്ടാണ് ഒഴുകുന്നത്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. അത് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡുമായിട്ടൊരു θ° ആംഗിളിൽ ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു ആംഗിളിന് വരെ ഇതിൽ അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ F എന്ന് പറയുന്നതാണ് ആ കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ഫോഴ്സ്. B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. I എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. L എന്ന് പറയുന്നത് കണ്ടക്ടറിൻ്റെ ലെങ്ത്. θ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് B × I × L × sin θ ആണ്. അത്രയും ന്യൂട്ടൺ ആണ്. അപ്പം ആംഗിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഫോഴ്സിലും മാറ്റം വരുന്നുണ്ട്. അപ്പം ആംഗിൾ 90 ആവുന്ന സമയത്ത് ഒരു ഫോഴ്സ് ആയിരിക്കും, ആംഗിൾ 0 ആവുന്ന സമയത്ത് വേറൊരു ഫോഴ്സ് ആയിരിക്കും. ഇപ്പം നമുക്ക് ഈ ഒരു ആംഗിൾ 90° നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? മാക്സിമം ഫോഴ്സ് ആയിരിക്കും അതിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ്, അല്ലെങ്കിൽ 0°യിലാണെങ്കിൽ sin 0 0 ആണ്. അപ്പം ഫോഴ്സും 0 ആയിട്ട് മാറും. ഇനിയുള്ളത് 2 റൂളുകളാണ്. ഒന്ന് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഓർ ജനറേറ്റർ റൂൾ. ഇതെന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ്, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ഇതിനെ മൂന്നും പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മിഡിൽ ഫിംഗർ ആയിരിക്കും കറണ്ട് പോകുന്ന ഡയറക്ഷൻ കാണിക്കുന്നുണ്ടാവുക. ഫോർ ഫിംഗർ ആണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ തമ്പാണ് മോഷൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നുണ്ടാവുക. അപ്പം നമ്മുടെ ജനറേറ്ററിനെ സംബന്ധിച്ച് നമുക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കുക ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് കറണ്ടിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ജനറേറ്റർ എങ്ങോട്ടാണ് കറങ്ങുന്നത്, ആ കറങ്ങുന്ന ഡയറക്ഷൻ, ആ മോഷനാണ് നമുക്ക് തമ്പ് കൊണ്ട് കാണിക്കാൻ പറ്റും. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് ചൂണ്ടുവിരലുകൊണ്ടും കാണിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ നമുക്ക് എന്തെന്ന് കിട്ടും, മിഡിൽ ഫിംഗറിന്ന് കിട്ടും. ഈ 3 ഫിംഗറും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്കി വെച്ച് കഴിഞ്ഞാൽ, അതായത് XYZ ഡയറക്ഷനിൽ നമുക്ക് ഈ 3 ഫിംഗറിനും പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറണ്ടിൻ്റെ ഡയറക്ഷനാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇനി കറണ്ടിൻ്റെയും മോഷൻ്റെയും ഡയറക്ഷൻ തന്നു കഴിഞ്ഞാൽ ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. അങ്ങനെ ഏതോ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപിടിക്കാം. ഇതാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അതായത് റൈറ്റ് ഹാൻഡ് റൂള് ജനറേറ്റർ റൂളാണ്, അതിനി മാറരുത്. ഇപ്പോൾ ജനറേറ്ററിൻ്റെ ഏത് കേസിലും നമുക്ക് റൈറ്റ് ഹാൻഡ് റൂളാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്, അത് മോട്ടോർ റൂളാണ് വരുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലെ തമ്പ്, ഫോർഫിംഗർ, മിഡിൽ ഫിംഗർ മൂന്നിനെയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടേണ്ടത് മോഷൻ ഓഫ് മോട്ടർ എങ്ങോട്ടാണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ഫോർഫിംഗർ വയ്ക്കുക, കറണ്ട് ഒഴുകുന്ന ഡയറക്ഷനിൽ മിഡിൽ ഫിംഗറും വെച്ച് കഴിഞ്ഞാൽ തമ്പായിരിക്കും നമുക്ക് ആ മോട്ടറിൻ്റെ ത്രസ്റ്റ് എങ്ങോട്ടാണ് അല്ലെങ്കിൽ മോഷൻ എങ്ങോട്ടാണെന്ന് പറയുന്നുണ്ടാവുക. ഇനി അഥവാ ത്രസ്റ്റ് തന്നു, ഫീൽഡും തന്നാൽ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ത്രസ്റ്റും ഫീൽഡും കറണ്ടും തന്നാൽ ഫീൽഡ് കണ്ടുപിടിക്കാം. അങ്ങനെ എന്തും ചെയ്യാം. അപ്പം മാറിപ്പോവാതിരിക്കുക, എപ്പോഴും ശ്രദ്ധിക്കുക. മോട്ടോർ റൂൾ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് ആണ്, മോട്ടോർ റൂൾ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് ആണ്. ജനറേറ്റർ റൂൾ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് ആണ്. ഇത്രയും കാര്യം ശ്രദ്ധിക്കാം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.